ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം. ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. സ്മൂത്തായി കാര്യം കാണാൻ പഴം രണ്ടു കഴിക്കണം. ഫലം കണ്ടു തുടങ്ങിയിടും. ജോണിക്ക് വെളുപ്പാങ്കാലം തോട്ടിൻ കരയെത്തേണം. ചുണ്ടത്തൊരു വീടി കൊളുത്തി കുറ്റിക്കാട്ടിലിരിക്കണം. സ്മൂത്തായി കാര്യം കാണാൻ പഴം രണ്ടു കഴിക്കണം. ഫലം കണ്ടു തുടങ്ങിയിടും. പാല് വിൽക്കണ സോമന വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പാല് വിൽക്കണ സോമന വഴി ചുമ്മാതെ നടക്കുമ്പോൾ കുറ്റിക്കാട്ടിലൊളിച്ചിരിക്കണ ജോണിയെ കണ്ടു. പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. ഞോ 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 പഞ്ചായത്തിലപേക്ഷ വെച്ചാൽ വീട്ടിലാകാലോ. കാറ്റുമൂളണ ഫീലതൊന്നും വീട്ടിലില്ലല്ലോ. ഈ തൊട്ടാവാടികളും ചൊറിയൻ തുമ്പകളും. കുട്ടിക്കാട്ടിൽ എന്താ പരിപാടി ജോണിക്കുട്ട? എന്ത് പരിപാടി? സ്ഥിരം പരിപാടിയാണ്. അല്ലാതെ നിന്റെ ഓരോ വീഴ്ചയും സൂക്ഷിക്കണം. ഇതൊക്കെ സൂക്ഷിക്കണോടാ? എങ്ങനെ സൂക്ഷിക്കണം? തോട്ടിങ്കരല്ലേ, പ്രയത്നങ്ങളൊന്നും വെള്ളത്തിലായിക്കൂടല്ലോ. നീ വന്ന കാര്യം പറഞ്ഞിട്ട് പോടാ. എടാ നീ വല്ല കാര്യം അറിയുന്നുണ്ടടാ ജോണിക്കുട്ട? നമ്മുടെ തുരുത്തിനെ ഒരു പെണ്ണ് വരാൻ പോവാ. ഇപ്പോഴോ? ഇതിനോട് വരലെന്ന് പറ. ഓ, ഒരുത്ത കെട്ടിക്കൊണ്ട് വരാൻ പോകുന്ന കാര്യമാ പറഞ്ഞേ. അതാരാ? നമ്മുടെ ചത്തുപോയ സുധാകരന്റെ മോൻ. ഓ, അമ്പിളി. അമ്പിളിയോ? ഓ, ഇത് എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയാതിരുന്നിട്ട് ഒരു ഉറക്കപ്പുറത്തിയില്ല, ഒരു സമാധാനം. എടാ സോമാലി പറയുന്നൊക്കെ ശരിയല്ലേടാ? ഓ, ഉറപ്പുറപ്പ് 100 വട്ടം. എന്നാലും അധികം വാച അടിക്കാൻ സമയമില്ല എനിക്ക്. പോയിട്ട് കുറച്ച് കാര്യമാണ്. എന്താ പരിപാടി? അലക്കാണോ? അല്ലടാ, ചോറ് വെക്കുക. നീ വല്ലതും അറിയുന്നുണ്ടോ ശാന്തേ? വെളുപ്പാൻ കാലത്ത് എന്തോന്നറിയാനാടാ? നമ്മുടെ തുരുത്തിലേക്ക് ഒരു പെണ്ണ് വരാൻ പോന്നേ. അതെന്താടാ സോമ, നീ ഇതുവരെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഇതങ്ങനെ എവിടുന്നേ വന്നതല്ല, ഇതങ്ങ് അക്കരേന്നാ. അക്കരെന്നോ? നീ സത്യം തന്നെയോടാ സോമ പറയുന്നേ? ഉറപ്പ്. ആരാന്നറിയോ? നമ്മുടെ തെക്കേ താമിലെ നമ്മുടെ അമ്പിളിയാ. അമ്പിളിയോ? അവൻ തന്നെ. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചടാ? ഈ തുരുത്തിൽ ഇത് കേട്ട് കേൾവില്ലാത്തതാണല്ലോ. ഞാൻ പോണു. എനിക്കിത് ആരോടെങ്കിലും പറയണം. കരക്കുളം, അതാണ് ഈ നാടിൻ്റെ പേര്. നാട് എന്ന് പറയാമോ എന്നറിയില്ല, ഒരു തുരുത്താണ്. ആകെ 100 വരൂ അവിടുത്തെ ജനസംഖ്യ. പക്ഷേ അതിൽ പല കോലക്കാരുമുണ്ട്. വലിയവനും കുറിയവനും, കറുത്തവനും വെളുത്തവനും, മെലിഞ്ഞവനും തടിച്ചവനും, അങ്ങനെയെല്ലാം. അതുകൊണ്ട് തന്നെ ഭിന്നതകൾ സ്വാഭാവികമാണല്ലോ. കാരക്കുളം ചെറിയ നാടാണെങ്കിലും ആ നാടിൻ്റെ നടുവിലൂടെ ക്രമരഹിതമായ ഒരു വര കടന്നു പോകുന്നുണ്ട്. ആ വരക്കപ്പുറവും ഇപ്പുറവും ജനങ്ങൾ വസിക്കുന്നു. തുരുത്തായതുകൊണ്ട് ദേശക്കാർ പല ദിനം അക്കരെ കടക്കണം. കടക്കാനുള്ളതൊരു വഞ്ചി മാത്രം. അവസാനമായി ദേശക്കാരെല്ലാം ഒരുമിച്ച് നിന്നത് ആ വഞ്ചി തലപ്പെടുത്താനാണ്.
അക്കരെ കടക്കാനും ജീവിതം പച്ച പിടിക്കാനും വഞ്ചി വന്നാൽ മതിയെന്ന് ദേശക്കാരെല്ലാം വിശ്വസിച്ചു. വഴക്കെല്ലാം മാറ്റിവെച്ച് അവർ ഒന്നിച്ചു. ഇന്ന് വഞ്ചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വഞ്ചിയുണ്ട്. ആവശ്യത്തിന് അക്കരെ കടക്കാനാവോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ ആടലയത്തിലുണർന്നു മതാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ? കൃത്യം ആൾക്കാരൊക്കെ എത്തണല്ലോ. നാളെ എപ്പോഴാ മുഹൂർത്തം? നാളെ ഒരു 9-9:30 ആവുമ്പോ തുടങ്ങി. ഓ അല്ല, പെണ്ണ് എവിടെന്നാ പറഞ്ഞേ? പെണ്ണ് അക്കരേന്ന്. അപ്പൊ ഇതൊരു ചരിത്രാവൂലോ? അതിലെന്താ ചരിത്രാവുള്ളത്? ചരിത്രാനോ? അക്കരേന്ന് ഈ തുരുത്തിലേക്ക് ആദ്യമായിട്ടാ ഒരു പെണ്ണ് വരുന്നേ. ഓ അങ്ങനെ. മതി മതി മതിയാക്കണ്ടേ. കുറച്ചുകൂടി കാത്തിന്ന നല്ല പായസം കുടിച്ചിട്ട് പോവാന്നേ. ആയിക്കോട്ടെ. നല്ല ക്ഷീണം കാണും. കുടിച്ചോ. അല്ലെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ആ ഇവിടക്കൊന്ന് പോയില്ലേ അക്കരക്ക്. അവിടെ ഉള്ള ആൾക്ക് ഈ വടക്കേ കടലുകാരുണ്ടല്ലോ, ഓരോടാണ് ഒരു പ്രിയം. നമ്മളൊക്കെ പുറത്തുള്ള മാതിരി ഓനൊരു കാട്ടിക്കൂട്ടലുണ്ട്. ആന്നേ, കഴിഞ്ഞ ദിവസം അക്കരയിൽ പോയപ്പോ ഉണ്ടായ ഉന്തും തള്ളും അതൊന്ന് കടന്നു കിട്ടേണ്ടതായിരുന്നു. അതൊക്കെ വടക്കേ കടലുകാരുടെ പ്രശ്നമാണോ? ആ തോണിക്കാരൻ അയാൾക്ക് വേണ്ട ആളുകളെ മാത്രമേ തോണിയിൽ കയറ്റൂ. നമ്മളൊക്കെ പുറത്താ. സത്യം, അയാൾക്ക് വടക്കേ കടലുകാരോട് എന്തോ ഒരു ഇതുണ്ട്. മതിയല്ലോ. അല്ല, ചെക്കനെ കണ്ടില്ലല്ലോ. ഓ ഒന്നും പറയണ്ട. ചെക്കൻ രാവിലെ മുടി വെട്ടിയത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ വെട്ടാൻ പോയിരിക്കുക. ഇപ്പത്തെ പിള്ളേരോരോ ഫാഷന്. എന്തായാലും അവനൊരു ജഗ ജില്ലി തന്നെ. ഞാനെന്നാൽ ഇറങ്ങട്ടെ. ചെക്കൻ വന്നല്ലോ. പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. അല്ല, നിങ്ങളിത് പോകുവാണോ? ഞാൻ പോകുക. പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. അങ്ങനെ പോയാലോ? അല്ല, പോകണമെന്നേ. കുറച്ച് കഴിച്ചിട്ട് പോകാം. അല്ല, ഞാൻ കഴിച്ചു. അല്ല, എന്റെ കൂടെ. അല്ല, ഞാൻ കഴിച്ചു. മതി. കൂടെ. വേണ്ടാമേ, പോണം. അല്ലേ കല്യാണം നമ്മളൊന്നും വേണ്ട. ആരുടെ കല്യാണം? എന്റെ വേറെ ആരുതാ? മുഹൂർത്തത്തിന് കറക്റ്റായി എത്താം. നേരത്തെ ഉറപ്പായും. ശരി. നീ വന്നത് ഏതായാലും നന്നായി. പിന്നെ
നാളത്തേക്കുള്ള പൂമാല റെഡിയാണോ? പൂമാലയൊക്കെ നാളെ ഇങ്ങ് എത്തും എന്റെ അമ്മാവോ. 2 കൂട്ടം പായസം. 1 2 എത്രയെന്ന് വെച്ചാ അത് മതി റെഡിയായാ മതി. ടെൻഷൻ ആകാതിരി. എന്റെ അമ്പിളി കല്യാണം ആയതുകൊണ്ട് അറിയില്ല ഇത് അങ്ങോട്ട് ചെത്തായിക്കുന്നു കേട്ടോ. കല്യാണം അല്ലടാ, ഒന്ന് സ്റ്റൈലാവണ്ടേ. എന്റെ മോനെ പിന്നെ ഇത് അതിങ്ങോട്ട് പറഞ്ഞ എന്ത് അന്റെ ലവ് സ്റ്റോറി നാണം വരും, നാണം വരും. എന്നാ വേണ്ട. അല്ല വേണ്ട, നീ ആയതുകൊണ്ട് പറഞ്ഞു തരാം. സംഗതി കുറച്ച് മുന്നേ ഞാൻ ഈ പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലം. അത് കഴിഞ്ഞ കൊല്ലല്ലേ? കോളേജിൽ പോവാന് കടവിൽ കാത്തു നിൽക്കുക. അന്ന് തോണിക്കാരൻ ദാസനാ. അയാൾ തോണി കരക്കാട്ട് അടുപ്പിക്കില്ലല്ലോ. അങ്ങനെ നിൽക്കേ ഒരു ദിവസം ഒരുക്കിയ വെള്ളത്തിൽ പോയി. ഒരാളെ മുങ്ങാനുള്ള വെള്ളം എന്തോയാലും കാണും. ഞാൻ മുന്നും പിന്നും നോക്കിയില്ല, എന്ത് ചാടി എങ്ങനെ നീന്തി രക്ഷിച്ചുകൊണ്ട് വന്ന്. അതിലിപ്പോ ലവ് സ്റ്റോറി എവിടെ? അത് ഇവളായിരുന്നു. എന്ത് ഞാൻ പറയുന്നറിയോ, അതായി എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നില്ലേ? എല്ലാം നന്നായി പോകുന്നുണ്ട്. പെണ്ണ് എവിടെന്നാ? പെണ്ണ് അക്കരയെന്നാ. അല്ല ചോദിക്കാം, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? അയ്യേ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും കഴിച്ചിട്ട്. അതല്ല, കടവിലൊരു പ്രശ്നം. ഞാൻ പോയിട്ട് വേണം അതൊന്ന് തീർക്കാൻ. അതിനും വേണമല്ലോ. കടവിലെന്നും പ്രശ്നം. എന്നാ ശരി, അതെന്ത് ഞാനെങ്ങനെ വന്നതിൽ വളരെ സന്തോഷം. ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരയ്ക്ക്. ഒയിലമാലി അയലേ സമാലി, ഒയിലമാലി അയലേ സമാലി. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. ഇവിടെ കാണാനാണല്ലോ പറഞ്ഞത്. പാമ്പുണ്ട് അവിടെ ഇല്ലടാ, ഒച്ചുണ്ടാക്കി. നീ ഇതിവിടെ ഉണ്ടായിരുന്നു. അയ്യോ ചൂണ്ട. ഒന്ന് പരങ്ങാതെ ഇരിയടാ, ആരും വരില്ലേ നേരത്തെ. അല്ല, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകും. എന്നെ ഒരു കൊതുകാണ് ഇവിടെ. മുഖത്ത് എന്തോ ഒരു കുരു. അതാളറിയാതിരിക്കാൻ എങ്ങനെയുണ്ട്? നല്ലതാ,
കണ്ടാ തിരിച്ചറിയേ ഇല്ല. എന്നിട്ട് ഇവിടെ ഇനി ആരെങ്കിലും വരുവാണോ? ആര് വരാൻ, അതും ഈ നേരത്തെ. അപ്പോ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ഈ കല്യാണം നമുക്ക് എങ്ങനെയും മുടക്കണം. സത്യം, അക്കരയൊരു പെണ്ണ് കേൾക്കുമ്പോ തന്നെ ചൊറിഞ്ഞങ്ങ് വരിക. അതെ അതെ. പക്ഷെ ഇതെങ്ങനെ മുടക്കും? നീ നാളെ തോണി ഇറക്കില്ല. അതെന്താ? എടാ മണ്ട, കല്യാണം മുടക്കണം. ഓ ശരിയാ. പക്ഷേ തോണി ഇറക്കില്ലെങ്കിൽ നാട്ടുകാരനെ തൊഴിയില്ലേ? അതിനല്ലടാ ഈ JP നിന്നോടൊപ്പം. JP ഉള്ളപ്പോ ആരെന്ത് പറയാ? മീൻ പിടിക്കാൻ വന്നതാ. ഇവിടെ ചൂണ്ടയിടല്ലേ സഹോദര, ആളുകൾ സാധിക്കുന്ന സ്ഥലമാ. ഏതാടാ ഈ വള്ളി? അതാ ജോണിയാ. ഓഫ്, അപ്പോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അവൻ പോയി, ഇനി പറയാൻ പറ. കല്യാണം എന്തായാലും നമ്മൾ നാളെ മുടക്കിയിരിക്കും. കൂടെ ഞാനുണ്ടാവും. അത് മതി. സൂക്ഷിച്ചു പോണേ. സമയം എന്തായി? അമ്മാവോ, ഞാൻ റെഡി. പെണ്ണിനെ കൊണ്ടുവരുന്ന ആളെ വിട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എല്ലാരും ആടണം പാടണം. ആടും പാടും. Disco dancer, I am a disco dancer. I am a disco dancer. जिंदगी मेरा गाना, मैं किसी का दीवाना. तो झूमो तो नाचो और मेरे साथ नाचो. Go! I am a disco dancer. I am a disco dancer. I am a disco dancer. എന്താ പ്രശ്നം? നേരത്തെ പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ആളെ വന്നേ. അതിനിപ്പോ എന്തിയെ? കടവില് തോണി കാണാനില്ല. ഞാൻ ഇന്നലെ കൂടി കണ്ടതാണല്ലോ. ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇതയാളെ പറ്റിച്ച പണിയാ. ആര്? ഇതാ തോണിക്കാരൻ പറ്റിച്ച പണിയാ. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് പരിഹാരം കാണാം. പരിഹാരം? എന്റെ കല്യാണം തുടങ്ങി, ഇത് എന്ത് പരിഹാരം? ഇതിനൊറ്റ പരിഹാരം, ആ തോണിക്കാരൻ ഞാനിത് കൊല്ലും. എന്താ വിളി കാട്ടിക്കൂട്ടി? ഞാനാ കാട്ടിക്കുട്ടി, ഞാനാ കാട്ടിക്കുട്ടി. ഞാനില്ലേ, വേറെ ആരുമില്ല. എന്റെ കല്യാണം പഠിക്കുന്ന ആരുമില്ല. പേടിക്കണ്ട. JP വിളിക്കാൻ ആളെ പറഞ്ഞിട്ടുണ്ട്. JP വരട്ടെ, കാര്യങ്ങൾക്ക് ആദ്യം ഒരു പരിഹാരം വരും. അമ്മാവാ, നിങ്ങൾ ശരിക്കും നോക്കി നോക്കണം. നമുക്ക് തോണി അവിടെ എവിടെയെങ്കിലും കാണും. കലയല്ല അമ്മാവാ. അതല്ലടാ, പായസം. ആഹാ, വന്നല്ലോ. എന്താ ഇവിടെ പ്രശ്നം? അതെ, കല്യാണം തുടങ്ങി. അയ്യോ, ഇങ്ങനെ മുടക്കിയതാ. ഇവൻ ആരെ കാര്യം ഈ പറയുന്നത്? ആ തോണിക്കാരൻ വേറെ ആരാ? അയാളെ പണിയാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഇയാളെ
താനെന്തിനാ JP എന്ന് പറഞ്ഞ ഇവിടെ നിൽക്കുന്നത്? അതെ, എന്തിനാ നിക്കണേ? അല്ല, നിക്കണ്ട, ഇരുന്നോളി. ജോണി, നീ ഇത് ഇടപെട, ഇത് കുടുംബ പ്രശ്നം. അല്ല, ഇവൻ എന്താ ഇവിടെ? ഇറക്കി വിട് പറയാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അത് നമ്മുടെ ജോണിക്കുട്ടിയല്ലേ, അയാൾക്ക് പേടിയാണ്. പേടിയോ? വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ലേ അയാൾ. എന്താ നീ പറയണത്? ഈ കല്യാണം മുടക്കിയതും തോണി മുക്കിയതും ഒക്കെയാണോ? ജോണി, നീ എന്തായി പറയുന്നത്? എന്നാ അയാളോട് ചോദിക്ക്. വെറുതെ വെറുതെ പറയരുത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ജോണി, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, ഞാൻ പറഞ്ഞതല്ലേ പ്രശ്നം. ഇല്ല, ഇയാളോട് ചോദിക്കും, ഈ തോണിക്കാരനോട് ചോദിക്കും. സത്യം പറ, എന്തുണ്ടായത്? എന്നെ കല്യാണം പഠിക്കുന്ന ആരാ? അവൻ തന്നെ. അതിലെന്താ എത്ര ചോദിക്കാൻ? എന്നാലും നീ ഈ പരിപാടി കാണിച്ച് കളഞ്ഞല്ലോ. നാട്ടുകാരെ എല്ലാരും കേട്ടോ, JP ആണ് ഇതിനെല്ലാം പിന്നിൽ. എടാ അമ്പിളി, നിന്റെ കല്യാണം മുടക്കിയ JP ആണ്. അറിഞ്ഞോ അറിയാത്തോ ഞാനൊന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കാരണം ഇയാൾ. ഇവനെയൊക്കെയാണല്ലോ ഞാൻ ഈ പണി. എന്ത് പണി? നീയാണ് എന്റെ കല്യാണം മുടക്കിയത്. JP, നിങ്ങളാണ് എന്റെ കല്യാണം മുടക്കിയത്. ഞാൻ അങ്ങനെ ചെയ്യോ? ഞാൻ കല്യാണം മുടക്കിയത് വില സാധിച്ച പന്നെ. ഈ തീട്ട കൈ കൊണ്ട് നീ എന്നെ തല്ലിയല്ലടാ. എന്നാലും നിന്റെ ധൈര്യം ഞാൻ സംഭവിച്ചു. അടിക്കേ. മതി, ഈ തല്ലിയാഴ്ചാവും. അമ്പിളി, അമ്പിളി, എനിക്ക് പേയ്മെന്റ് വേണ്ട. നമുക്ക് ഈ കല്യാണം നടത്തണം. ഇനി എങ്ങോട്ട് നടത്താനാ? വഞ്ചിയും പോയി, എല്ലാം പോയി. ഒരു വഞ്ചി, എല്ലാത്തിനും ഈ നാട്ടിലൊരു വഞ്ചി. ശരിയാ, ഈ നാട്ടിൽ വഞ്ചി മാറി പാലം വരണം. ഒരു പാലം വരാനുള്ള സമയം. അതിന് ഈ JP ഇത് സത്യാ? ഞാൻ പിടിച്ച മൂലക്കിടാ. പാലം വേണം. പിന്നെ പാലം. എന്ത് നടത്താണോ ഇത്? പറഞ്ഞു പോടോ.
ആര് പോണം, എങ്ങനെ പോണം, എന്ന് കൊണ്ടോളുന്നു ഞാൻ തീരുമാനിക്കും.